ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. അതായത് ഉച്ചവരെയുള്ള, രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കടലക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് കടലയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ. കുറച്ച് കടല നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ, രാവിലേക്ക് മാത്രം മതിയല്ലോ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കണത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ് ചെയ്യും കൂടി ചെയ്യണേ. സബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും കൂടി ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന്. അപ്പോൾ ഞാനിതാ കടല വെള്ളത്തിലിട്ടിട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരുപാട് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും ചേർക്കണില്ല കേട്ടോ. ഒരു മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി, വലിയ ജീരകവും കൂടിയിട്ട് തേങ്ങ അരച്ചെടുക്കുക. പിന്നെ നമ്മൾ വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും കൂടിയിട്ട് കുറച്ച് ചേർക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അങ്ങനെ ചെറിയ ഉള്ളിയും തക്കാളിയല്ല ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് താളിച്ചെടുക്കുക. അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ആ കടല വെന്ത് വന്നിട്ടുണ്ടും ആ വെന്ത് വന്ന സമയം കൊണ്ട് ഞാനവിടെ ചപ്പാത്തിക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചപ്പാത്തിക്ക് ചുടാനും പിന്നെ ഞാൻ റാഗി ദോശ ഉണ്ടല്ലോ, കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കണ റാഗിപ്പൊടി, അതും കൊണ്ട് ദോശ ഉണ്ടാക്കാൻ ചെയ്യാച്ചിട്ടാണ്. കുറച്ച് റാഗി ദോശയും കുറച്ച് ചപ്പാത്തിയും ഉണ്ടാക്കുക വെച്ചിട്ടാണ്. അപ്പോൾ ആ കടല നല്ലൊന്നും കയ്യിലും കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാല ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ആ തിളച്ച് വന്നതിന് ശേഷം അതാ ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ടല്ലോ, ചെറിയ ഉള്ളി, വലിയ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളിയും, അത് ചെറിയൊരു കഷ്ണം കേട്ടോ. ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കണില്ല, അത് കാരണം ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് തേങ്ങ അരച്ചെടുക്കുക. തേങ്ങ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിക്കുക. പിന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കത് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, റാഗി ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തരും എല്ലാവരും രാവിലത്തെ കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ വലിയ ലെങ്ത്തായി പോകും. അത് കാരണം കുറച്ചായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. രാവിലെ മുതൽ നമ്മൾ കുറച്ചുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റാഗി ദോശയാണ് എടുത്തത്. അപ്പോൾ റാഗി ദോശയും കടലക്കറിയും നല്ല കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ. ഈ കടലക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്, ഒരുപാടൊന്നും പണിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കാം. ഇതാ അവിടെയൊക്കെ ചപ്പാത്തി കഴിക്കണം കേട്ടോ. ചപ്പാത്തിയും കടലക്കറിയും കഴിക്കുന്നുണ്ട്. ഇതാ കുറേ അലക്കാനുള്ള തുണികൾ ഞാൻ ചെയറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടണം. പിന്നെ അവിടെയൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് ഒന്ന് അടിക്കലും തുടയ്ക്കൽ, അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുക്കള വൃത്തിയാക്കലും പാത്രം കഴുകലും അങ്ങനെ ഒരു വീട്ടിലത്തെ എല്ലാ പണികളും നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ പണികളും കൂടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതാ എല്ലാവരുടെയും ഒന്ന് വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഞാനിതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ഗ്യാസിലാണ് കേട്ടോ ചോറ് വെക്കുന്നതും. അപ്പോൾ ഞാൻ ഗ്യാസിൽ ചോറ് വെള്ളം വെച്ചത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മീനും ഇറച്ചിയൊന്നും വെക്കണില്ല, ചിക്കനൊന്നും വെക്കണമെന്നില്ല. ഇന്ന് പച്ചക്കറിയാണ്. പിന്നെ പച്ചക്കറി കുറേ മേടിച്ച് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് വെക്കാമെന്ന് വെച്ചിട്ടും പച്ചക്കറിയാണ് കേട്ടോ വെക്കണത്. ഞാനിതാ ചോറിന് അരിയിട്ടിട്ട് വന്നതിന് ശേഷം അടിക്കാനും എല്ലാം അവിടെ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിൽ കൊണ്ടുപോയിടലും ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എന്താ അടിച്ചു വരുന്നുണ്ട്. അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് തുടയ്ക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരുമ്പാനുള്ള മെഷീനിലത്തെ നമുക്ക് തുണികളൊക്കെ ഒന്ന് ഒന്ന് ഊരിപ്പൊഴിഞ്ഞിടണമല്ലോ. അതൊക്കെ അലക്കിയിട്ടതിന് ശേഷം പിന്നെ നമുക്ക് അടുക്കളയിൽ വന്നിട്ട് പിന്നെ ബാക്കിയുള്ള പരിപ്പ് കറിയും ഉപ്പേരിക്കും ഒക്കെ വെക്കുകയും വേണം. അപ്പോൾ ഇതിങ്ങനെ എല്ലാ പണികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നുമില്ലേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട്
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഉള്ളൊക്കെ അതിൻ്റെ ഇടയിൽ ഉള്ളൊക്കെ അടിച്ചു വരൽ കഴിഞ്ഞ ശേഷം മുറ്റം തൂക്കാൻ കുറച്ച് ഭാഗമുള്ളൂ. ഈ കാണുന്ന കുറച്ച് ഭാഗമുള്ളൂ കേട്ടോ എനിക്ക് മുറ്റം തൂക്കാൻ. അത് കാരണം രാവിലെ എണിച്ച ഉടനെയൊന്നും ഞാൻ മുറ്റം തൂക്കാറില്ല. ഞാൻ ഈ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ കച്ചറയൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് നമ്മൾ അടിച്ചു വരി ഇടുക. നമ്മൾ അടിച്ചു വരി ഇടാണ്ടിരുന്നാലും പൊടി കാറ്റത്ത് അങ്ങനെ പൊടിയും ഇലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു വെച്ചിട്ട് ഞാൻ അടിച്ചു വരി ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ചെരുപ്പുകളൊക്കെ മുന്നിൽ ഇങ്ങനെ കിടന്ന് കൂട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് അടിച്ചു വരി ഇടുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് ഞാനിതാ തുടയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ കുട്ടികളുണ്ടാവുന്ന സമയത്ത് തുടയ്ക്കലും തുടയ്ക്കലൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല, അത് കാരണം ഞാനിത് തുടയ്ക്കാനൊക്കെ നിൽക്കണത്. കുട്ടികളുണ്ടെങ്കിൽ അവർ അടിക്കലും തുടയ്ക്കലും മെഷീനിലിട്ട തുണികൾ ഊരലും അല്ലാതെ അവർ ചെയ്തോളും. എനിക്ക് അടുക്കളപ്പണി മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അവരൊന്നും ഇല്ലാത്തപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ചെയ്തില്ലെങ്കിലും ഒരു മനസ്സിനൊരടങ്ങറാണ്. അത് കാരണം എല്ലാ ദിവസവും നമ്മളിത് ചെയ്താലാണ് ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയിൽ ഞാൻ പോയിട്ട് ചോറ് തിളച്ചോ നോക്കുന്നുണ്ട് കേട്ടോ. ചോറ് അതിൻ്റെ ഇടയിൽ കമ്മിയാക്കി വെച്ചിട്ടുണ്ട്. ചോറൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഇതാ കമ്മിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസൊക്കെ കമ്മിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പരിപ്പും കുമ്പളങ്ങയും കൂടി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ആക്കൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിപ്പൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും 2 വെളുത്തുള്ളി അല്ലിയും 2 പച്ചമുളകും കൂടിയിട്ട് നമ്മൾ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. വെളുത്തുള്ളി അല്ലി ഇടുന്നത് പരിപ്പിൻ്റെ ഗ്യാസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പരിപ്പിൽ വെളുത്തുള്ളി അല്ലി ഇടുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? എങ്ങനെ നിങ്ങളൊക്കെ പരിപ്പ് കറി വെക്കാറോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ ആർക്കും പരിപ്പ് കറി വെച്ചാൽ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. കറി കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ പരിപ്പ് കറിനെ കൊണ്ട് ആർക്കും വലിയ ഇഷ്ടമല്ല. മീൻ ചിക്കൻ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുകയുള്ളൂ. അല്ലാതെ പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പിന്നോക്കമാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ചിക്കൻ കറി ആയിരുന്നു. ഇന്നലെ നോമ്പായത് കാരണം ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് മീനൊന്നും മേടിച്ചില്ല. മീൻകാരൻ വന്നപ്പോൾ മീൻ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ വിചാരിച്ചു ഈ പച്ചക്കറി എല്ലാം കേടുവന്ന് പോയില്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ മീൻ മേടിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ചോറും അപ്പുറത്തെ അടുപ്പിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും പരിപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് പച്ചമുളകും എല്ലാതും ഇട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങ ഞാനത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് തേങ്ങ ഒന്ന് അരച്ച് വെക്കണം. പിന്നെ ഉപ്പേരിക്ക് അരിയാനുണ്ട്. അവരൊക്കെയാണ് ഉപ്പേരി വയ്ക്കുന്നത്. ഉപ്പേരിക്ക് അരിയാനുണ്ട്. പിന്നെ നമ്മൾ അച്ചാറും പപ്പടവും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്കേക്ക് കൂശാലായി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ നമുക്ക് അടിക്കലും തുടക്കലും കറി വയ്ക്കലും ഒക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞല്ലോ. പിന്നെ തിരുമ്പലും കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയ്ക്ക് ഉച്ചയ്ക്കുള്ള പണികളൊക്കെ ഉച്ചക്കലത്തോടെ പണി കഴിയുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ 4 മണിക്കൊന്നും പണികളുണ്ടാവാറില്ല. പിന്നെ നമ്മൾ ചായ വേണ്ടവർക്ക് ചായ വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഞാനൊന്നും ചായ കുടിക്കാറില്ല കേട്ടോ. പിന്നെ ഞാനിതാ ഉപ്പേരിക്ക് പരിപ്പ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഉപ്പേരിക്ക് അരിയാണ്ട് അവരൊക്കെയാണ് ഉപ്പേരിക്ക് അരിയണത്. അപ്പോൾ പിന്നെ അവരൊക്കെ ഉപ്പേരിയും കുമ്പളങ്ങ കറിയും വെക്കാമെന്ന് വെച്ചിട്ടോ. ഇതൊന്ന് ഈ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഇടാച്ചിട്ടാണ്. നമ്മൾ ഷോർട്ട് വീഡിയോ ദിവസം ഇടാറുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ ഇതുവരെ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാറുണ്ട്. ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടും ഫുൾ ഡേ അല്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ട് അങ്ങനെ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് പരിപ്പ് വന്നതിന് ശേഷം ഞാനിത് അതിലേക്ക് കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മുളക് പൊടി അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചത് കാരണം കുറച്ച് മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ലേശം മുളക് പൊടി ഇട്ടിട്ട് പുളി ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ തേങ്ങ ഒഴിച്ചിട്ട് അങ്ങനെ കറിയാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ തിരുമ്പലും ഊരലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഉപ്പേരിക്കും വെച്ച് പറഞ്ഞാൽ ഉച്ചക്കാലത്തെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരം കഴിഞ്ഞ് വന്നാൽ
ഭക്ഷണം കഴിക്കൽ തന്നെ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു പണിയില്ല. അത് പിന്നെ അത് താളിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കറി അപ്പുറത്തുനിന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഒന്ന് താളിച്ച് ഒഴിച്ചിട്ട് ഉപ്പേരി അതിൽ അങ്ങനെ വെച്ച് പറഞ്ഞാൽ അങ്ങനെ കഴിയും. അത് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് പോകാനുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ അതൊന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇട്ടിട്ടുള്ള പരിചയമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ ഇടാനുള്ളൊരു ഇൻട്രസ്റ്റ്, സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടൊന്ന് സബ് ചെയ്യണം കേട്ടോ. കണ്ടു വിട്ടാൽ മാത്രം പോരാ. നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. സ്റ്റിച്ചിങ് വീഡിയോസും എല്ലാം ഉണ്ട്. അപ്പോൾ ആ സ്റ്റിച്ചിങ് വീഡിയോസും പുറത്ത് പോകണതും ഷോപ്പിങ്ങും അങ്ങനെ ആയിട്ടുള്ള കുറച്ച് വീഡിയോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം പതിയെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഹാർട്ട് ഇമോജി ആയിട്ടെങ്കിലും എല്ലാവരും ഒന്ന് കമൻറ്റെങ്കിലും ചെയ്യണേ. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ചോറ്, കറി, ഇതാ ഉപ്പേരി എല്ലാതും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.